ഗഡിയെ ബ്രൂട്ടോ കൺസിസ്റ്റന്റ് ആയിന്നാ തോന്നണേട്ടാ. എനിക്കും ഗൈസ് വാണിംഗ്, they are back. ഹോമോസോങ്കിയൻസ് സിൻസ് ദ ഡോൺ ഓഫ് ടൈം. ദൈവം രണ്ട് ടൈപ്പ് ഓഫ് ആളുകളെ ഉണ്ടാക്കി. ഒന്ന് ഹോമോസോങ്കിയൻസ് ആൻഡ് ഹോമോസാപ്പിയൻസ്. ആൻഡ് ഇതിൽ ബ്രെയിൻ ഹോമോസാപ്പിയൻസിന് മാത്രം ദൈവം കൊടുത്തു. There are only not two things. ആണുങ്ങളെ പറ്റി കൊണയടിക്കാൻ ആൻഡ് റീപ്രൊഡക്ഷൻ. അവർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. ആൻഡ് അവർ സോഷ്യൽ മീഡിയയിൽ ഫെമിനിസ്റ്റ് എന്നൊരു ഫേക്ക് ടാഗിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. They are not feminists, they are fuckers, they just love fucking men. ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ടു ദ സെക്കൻഡ് എപ്പിസോഡ് ഓഫ് കുറച്ച് പൈസയ്ക്ക് അത്യാവശ്യം ഷോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോക്സിസിറ്റി സ്പ്രെഡ് ചെയ്യുന്ന കുറച്ച് കൊണച്ചുകളാണ് റോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചോദ്യം, കേരളത്തിൽ സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ സെക്ഷൽ ഫ്രസ്ട്രേഷൻ കൂടുതൽ? ഏറ്റവും കൂടുതൽ സെക്ഷൽ ഫ്രസ്ട്രേഷൻ സ്ത്രീകൾക്കും അല്ല പുരുഷന്മാർക്കും അല്ല, ഇവനാണ്. ഇവന്റെ പ്രശ്നം എന്താണ് ഗൈസ്? ഇവന്റെ ചാനൽ നോക്കിയതിന് ഫുൾ സെക്സ് 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 സെക്സ്. ഇവൻ ഇത്രയും സെക്ഷൽ ഡാറ്റ വെച്ചിട്ട് ഇവൻ കോണ്ടം കമ്പനി തുടങ്ങാൻ പോകണം. ഇവൻ രാവിലെ എണീക്കുന്ന ഇങ്ങനെയായിരിക്കും, ഇന്ന് എത്ര പേരോട് സെക്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ സെക്ഷൽ ഫ്രസ്ട്രേഷൻ കൂടുതൽ? ആരാണ് ഈ സുന്ദരി 250 രൂപ കൊടുത്താൽ 1000 രൂപയുടെ ആക്ടിങ് ചെയ്യുന്നു? I'll explain. Okay. Which gender in Kerala has more sexual frustration? Males, because you're horny, weird creatures. ഗൈസ് ശാന്തമാക്കൂ. അവളുടെ അച്ഛനെ സ്നേഹം കൂടുമ്പോ ഹോണി വിയേർഡ് ക്രീച്ചർ എന്നാണ് വിളിക്കുക. Who told you this? Experience told me this. It's my personal experience. Today some guy came to the store, uncle, old as fuck, and he asked me for my number. Okay. He said, I find you really pretty, you don't look like normal girls, can I have your number? And I said no. Why would he want my number? Sexual frustration. ഏതോ ഒരു കളവൻ ചേച്ചിയോട് നമ്പർ ചോദിച്ചു. അതിന് കേരളത്തിൽ ഫുൾ ആണുങ്ങൾ ഹോണി വിയേർഡ് ക്രീച്ചർ ആണെന്നാണ് ചേച്ചി പറഞ്ഞു വരുന്നത്, ഇൻക്ലൂഡിംഗ് ഹെർ ഡാഡ് ആൻഡ് ബ്രദർ. നോ, ഹെർ ഡാഡ് ബി തിങ്കിങ് ലൈക്ക് എന്നെ ഒരു പെണ്ണ് പൈസക്ക് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കേരളത്തിലുള്ള എല്ലാ പെണ്ണുങ്ങളും ഗോൾഡ് ഡിഗർ ആണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഈ സ്വതവേ ആണുങ്ങളുടെ ഒരു സ്വഭാവം അങ്ങനെ ബേസിക് ആയിട്ട് ഇഷ്ടമല്ല. ഒന്നും ഇഷ്ടമല്ലേ? എനിക്ക് ആണുങ്ങളെ തന്നെ ഭയങ്കര വെറുപ്പായിട്ടുള്ള ഒരാളാണ്. ആരോടാ പറയണ ഒരാണിനോട്? ഞാൻ എപ്പോഴും എന്നെ കൂടെ നടക്കുന്ന ആണുങ്ങളോട് പറയും, ഈ ആണുങ്ങളെല്ലാം എന്തു ഇത് ഇവന്മാരെ കാണിക്കുന്നത്. ഇതൊരു വിയേർഡ് ജീവിയാണ് ഗൈസ്. ആണുങ്ങളുടെ കൂടെ നടക്കും, പക്ഷെ ആണുങ്ങൾ ഇഷ്ടമല്ല. പക്ഷെ എന്ത് ചെയ്യാ, ചില ആണുങ്ങളെ കാണുമ്പോൾ നമുക്ക് ക്രഷ് തോന്നി പോകും. ആണുങ്ങളോട് ക്രഷൊക്കെ തോന്നും, പക്ഷെ ആണുങ്ങൾ ഇഷ്ടമല്ല. എന്തുകൊണ്ടാ സ്വഭാവം മോശമാണെന്ന് പറഞ്ഞ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ പേഴ്സണലി? ഓ സത്യം, നമ്മൾ ഈ ആമ്പിള്ളേറെ പുറകെയൊക്കെ നടക്കും, എന്നിട്ട് ആമ്പിള്ളേർക്ക് നമ്മളൊരു സ്നേഹവും ഇല്ല, കുറച്ച് എങ്ങനെ ഉള്ള ഒരു പ്രശ്നങ്ങൾ. ഇത് നല്ല കോമഡി. ഈ ചേച്ചിക്ക് ലൈന് സെറ്റ് ആവാത്തത് ആണുങ്ങളുടെ കുഴപ്പമാണ്. ഇത് സെക്ഷൽ ഫ്രസ്ട്രേഷൻ അല്ല, ഇത് സെക്സ് കിട്ടാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ആണ്. ഞാൻ എപ്പോഴും ആഗ്രഹിക്കും, ഞാൻ ലെസ്ബിയൻ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന്. ഓഹോ, ഇതാണോ ഗാന്ധിജി സ്വപ്നം കണ്ട ഇന്ത്യ? ഇപ്പൊ വരുന്ന ആമ്പിള്ളേരൊക്കെ കുറച്ചൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. പഴയ തൈക്കളവന്മാരാണെങ്കിൽ ഒന്നിനും കൊള്ളാം. അതിന് പഴയ തൈക്കളവന്മാരെ പോയി പ്രേമിക്കാൻ ആര് പറഞ്ഞു? പറയാനുള്ളത് ആണെങ്കിൽ കൊട്ട് ധൈര്യമില്ല. ആര് പറഞ്ഞു ധൈര്യമില്ലെന്ന്? ഈ ഷോ ഈ സാധനം മാത്രമേ ഉള്ളൂ, അല്ലാതെ ബേസിക്. അതെ, ഇതുപോലൊരു റിസ്കിനെ ചൂസ് ചെയ്യാൻ എല്ലാ ആണുങ്ങൾക്കും പേടിയായിരിക്കും. ഇങ്ങനെ ആണെങ്കിൽ ചേച്ചി ന്യൂട്ടനെ പോലെ വെർജിനായിട്ട് മരിക്കത്തുള്ളൂ. ആണുങ്ങൾ ബേസിക്കലി ധൈര്യം ഇല്ലാത്തവന്മാരാണ്. പക്ഷെ എല്ലാവരും പറയുന്ന ആണുങ്ങൾക്കാണ് ധൈര്യം ഉള്ളത്. ആണെങ്കിൽ സത്യമായിട്ട് ധൈര്യമില്ല. ഞാൻ കണ്ടുള്ള ആണുങ്ങൾക്കൊന്നും ധൈര്യമില്ല, അവർക്ക് ഭയങ്കര പേടിത്തൊണ്ടന്മാരാണ്. ആണുങ്ങൾക്ക് ധൈര്യം ഇല്ലാത്തല്ല, ധൈര്യമുള്ള ആണുങ്ങളെ ചേച്ചി കണ്ടിട്ടില്ല. മെൻ ആർ ആൾവേസ് ബ്രേവ്. ഒരു കാര്യം വേണമെങ്കിൽ ഞാൻ അഡ്മിറ്റ് ചെയ്യാൻ, ചേച്ചിന് ഗേൾ ഫ്രണ്ടായി ചൂസ് ചെയ്യാനുള്ള ധൈര്യം ഒരു ആണിനും ഉണ്ടാവില്ല. ഒരുപാട് അഭിപ്രായങ്ങൾ കേട്ടല്ലോ അല്ലേ? നിങ്ങൾക്കും ഇതിനകത്ത് ഒരു അഭിപ്രായം ഉണ്ടെന്ന് എനിക്കറിയാം. അതിനാണ് താഴെ കമന്റ് ബോക്സ് വിശാലമായിട്ട് കിടക്കുന്നത്, അവിടെ കമന്റ് ചെയ്യാം. അതായത് പുരുഷന്മാരുടെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ ഒരു മാറ്റം വരുത്തണം എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്നുള്ളത്. എന്റെ ഒരു അഭിപ്രായത്തിൽ എന്താണ് മാറ്റം വരുത്തേണ്ടത് വെച്ചാൽ, നിന്റെ കണ്ടന്റ് സെക്സ് അല്ലാത്ത ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങളില്ല, എന്നാലും ഉണ്ട്. വല്ലപ്പോഴും ഹോൾസ് ഒന്ന് ഫോക്കസ് മാറ്റിയിട്ട് ഗോൾസിക്കാക്ക്. നിന്റെ ഗോൾ തന്നെ ഒരു ഹോൾ ആക്കരുത്, ജീവിതം തൊലയും. ഓക്കെ, ആണുങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടാത്തൊക്കെ അവരുടെ ഇഷ്ടമാണ്. ഫെമിനിസം എന്ന് പറഞ്ഞിട്ട് ഇതുപോലുള്ള സ്റ്റുപ്പിഡിറ്റി ആൻഡ് ടോക്സിസിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആളുകൾക്ക് നാളെ പ്രശ്നം വരാൻ പോകുന്നത് അവർക്ക് ഒരു കുടുംബം ആകുമ്പോഴാണ്. ഒരു ടോക്സിക് ഫെമിനിസത്തിന്റെ എക്സാമ്പിൾ കാണിച്ചത് ഈ ജെൻഡർ എന്ന് പറയുന്നത് അതെന്താ, എനിക്ക് ഞാൻ എപ്പോഴും പറയും, എനിക്ക് ആൺകുട്ടികളോട് തീരെ ഇഷ്ടമല്ല. കാരണം പുരുഷനായി പിറന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ബൈ ഡിഫോൾട്ട് പ്രിവിലേജുമായി ജനിക്കുന്ന തെണ്ടികളാണ് ഇവർ. ഞാൻ എൻ്റെ മോനോട് പറയും, ഈ വീട്ടിൽ നോ പ്രിവിലേജ്, നീ ആൺകുട്ടിയെ ജനിച്ചത് എൻ്റെ കഷ്ടകാലമാണെന്ന് ഞാൻ തിരിച്ച് പറയാറുണ്ട്. ഇവർക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ തേങ്ങ കല്യാണം കഴിക്കുന്നത്. ആ കുട്ടിയുടെ അവസ്ഥ ആലോചിച്ചു. ജനിച്ച മുതൽ ഈ ചേച്ചിക്ക് ആണുങ്ങളോടുള്ള ദേഷ്യം ഫുൾ ആ കുട്ടിയുടെ മേലെ ഇരിക്കുന്നത്. ആൻഡ് ഇത് പബ്ലിക്കായിട്ട് വന്ന് ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്, ദിസ് ഈസ് നോട്ട് ഫെമിനിസം, ദിസ് ഈസ് സ്റ്റുപ്പിഡിറ്റി ആൻഡ് ടോക്സിസിറ്റി. ഞാനൊരു ഫെമിനിസ്റ്റ് ആണ്. ഫെമിനിസത്തിന്റെ അർത്ഥം തന്നെ ആണിനെയും പെണ്ണിനെ ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ. ഈ ചേച്ചി ഒന്നും ഫെമിനിസ്റ്റേ അല്ല. ഈ ചേച്ചിക്ക് ഫെമിനിസം എന്നൊരു പേരും പറഞ്ഞിട്ട് ആണുങ്ങളോടുള്ള ഒരു ഫ്രസ്ട്രേഷൻ തീർക്കും. എനിക്ക് ആ കുട്ടിയുടെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് സങ്കടം വരുന്നത്. ഒരു തെറ്റും ചെയ്യാതെ ജനിച്ച മുതൽ ആ കുട്ടി ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നാളെ ഒരു പബ്ലിക് ഇന്റർവ്യൂവിൽ പോയിട്ട് പെണ്ണുങ്ങളെ ഫുള്ള് എനിക്ക് ഇഷ്ടമല്ല, പെണ്ണുങ്ങൾ ഫുള്ളും ചറ്റകളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സ്ത്രീ വിരോധിയാക്കിയിട്ട് എന്നെ ജയിലിലിട്ടുണ്ടോ, എന്നെ മറ്റേ സ്ത്രീ അവകാശ കമ്മീഷനൊക്കെ വന്ന് കേസ് എടുത്തിട്ടുണ്ടോ, അതുകൊണ്ട് ആരും പറയാൻ നിൽക്കത്തില്ല. പക്ഷെ ഇവരിങ്ങനെ പറയാനുള്ള കാരണം ഇവർക്ക് അറിയാം, ചോദിക്കാനും പറയാൻ ഒരു കമ്മീഷനും വരത്തില്ല. ഇന്നത്തെ കാലത്ത് നടക്കുന്ന ഓരോ ക്രൈം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പുരുഷ കമ്മീഷൻ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന്.
ഓക്കെ ഗൈസ്, ഇന്നത്തേക്ക് ഇത്രയും ഗുണം മതി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. കഴിഞ്ഞ വീഡിയോയിൽ വെച്ച ടാർഗറ്റ് എല്ലാവരും മീറ്റ് ചെയ്തു ഗൈസ്. എല്ലാവർക്കും താങ്ക് യു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ ടാർഗറ്റ് ആണ് 25222, അതായത് 25K. എന്താ ബ്രോട്ടോ കണ്ണാപ്പി യൂട്യൂബേഴ്സിനെ പോലെ ലൈക്ക് ടാർഗറ്റ് ഒക്കെ വെച്ചിരിക്കണേ? ഗൈസ്, നിങ്ങളുടെ ന്യൂഡ്സ് ഞാൻ ചോദിക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങളുടെ വീടിന്റെ ആധാരം ഞാൻ ചോദിക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങളുടെ ഞാൻ പൈസ ചോദിക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങളുടെ ആകെ ചോദിക്കുന്നത് നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ലൈക്ക് മാത്രമാണ്. പിന്നെ എന്താ മൈര, നിനക്ക് ലൈക്ക് അടിച്ച ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിക്ക് ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, ലവ് യു ഉമ്മ. പക്ഷേ നീ ഒരു കാര്യം അറിഞ്ഞോ, ബ്രൂട്ടോ കൺസിസ്റ്റന്റ് ആയി ഇത്ര തള്ളാണ് പോയി. അടുത്ത മാസം സെം എക്സാം വരാൻ പോവാണ്. അതുകൂടാതെ ഓന് 2 സപ്ലി ഉണ്ട് എഴുതി എടുക്കാൻ. ഇനി 2 മാസം ഓൻ പെരയ്ക്ക് പുറത്തിറങ്ങത്തില്ല. അപ്പൊ ഇക്കൊല്ലം 1 മില്യൺ അടിക്കത്തില്ല.